കൈലാസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊരു ഉരുളക്കിഴങ്ങ് കറി കണ്ടാലോ? പാലപ്പത്തിന്. ഇത് എണ്ണ, കടു, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില. ഇനി നമ്മൾ തേങ്ങയും ചുമന്നുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതൊഴിക്കാം. ഗ്യാസ് ഇളകാതിരിക്കാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ടത്. വെളുത്തുള്ളി അല്ലേ, പിന്നെ ഉരുളക്കിഴങ്ങല്ലേ, അതിനങ്ങ് ഗ്യാസാണ്. അപ്പം ഈ തേങ്ങയും പിന്നെ ചുമന്നുള്ളിയും കൂടെ അരച്ചതാണ്. പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളി നമ്മുടെ പച്ചമുളകും കൂടെ വേവിച്ച് വെച്ചതായത് കണ്ടോ. അത് ഇതിനകത്തോട്ട് ഇടുക. ഞാനങ്ങ് കുക്കറിലോട്ട് വെച്ച് എളുപ്പം 2 വിഷിലാകുമ്പോൾ അത് വേകുമല്ലോ. അതിന് വേണ്ടി ഞാൻ കുക്കറിലോട്ട് അങ്ങ് വേവിച്ച് എളുപ്പമുണ്ടല്ലോ. അന്നേരം നല്ല നെയ്യ് പോലെ അങ്ങ് വേകുകയും ചെയ്യും. വെളുത്തിരിക്കട്ടെ, പപ്പാസ് കറി പോലെ. എന്നിട്ട് നമ്മളൊരു ശകലം ഉപ്പ് എന്തായാലും ഞാനങ്ങ് മറക്കുമോ. പിന്നെ നമ്മളൊരിച്ചിരി നല്ല മുളക് പൊടി ഇടണം, ഗ്യാസ് ഒന്നും ഇളവായിരിക്കാനും. ഇച്ചിരി നല്ല മുളക് പൊടി ഇട്ടാൽ നല്ലതാണ്. ഇതിന് വലിയ എരിയുള്ളതല്ലല്ലോ. അപ്പം ഇതുപോലെ നിങ്ങളും ചെയ്യുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിനിപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ഉടയ്ക്കുമ്പോൾ ഇതങ്ങ് കുഴാന്നാവും. നല്ല കൊഴുപ്പ് കിട്ടും. പെട്ടെന്നൊരു തട്ടിത്തൂട്ടി കറി, പപ്പാസ് കറി, ഉരുളക്കിഴങ്ങ് പാലപ്പത്തിനൊരു ഉരുളക്കിഴങ്ങ് കറി. അപ്പം ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.